റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി ഡി സതീശന്റെ നിർണായക നീക്കം. ശശി തരൂരിനെ വീട്ടിലെത്തി കണ്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തരൂർ സജീവമാകും. പ്രചാരണ ജാഥയിൽ തരൂർ പങ്കാളിയാകും. റോഷിപ്പാലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപ്പാൽ, പൂർണ്ണമായും ശശി തരൂരിനെ അനുനയിപ്പിച്ചു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിലും ശശി തരൂർ മുഖ്യ പങ്കാളിയാകും. പ്രചാരണത്തിലും സജീവമാകും, അല്ലേ? അവിനിത, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വഴുതക്കാട് ശശി തരൂരിന്റെ വസതിയിലെത്തിയത്. ശശി തരൂരുമായി ഏറെ നേരം സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ശശി തരൂർ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥയിൽ പരമാവധി സമയം ചെലവഴിക്കാമെന്ന ഉറപ്പ് ശശി തരൂർ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ജാഥയുടെ ഭാഗമാകും, സജീവമായി തന്നെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ശശി തരൂരുമായി ഏറെ നേരം സംസാരിച്ചതാണ്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച മാത്രമല്ല, പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലടക്കം ശശി തരൂരിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ശശി തരൂരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനിക്കുമെന്ന ഉറപ്പുകൂടി പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയം ശശി തരൂരിന്റെ സാന്നിധ്യം ആ പ്രചരണ ഘട്ടത്തിൽ UDF ഉണ്ടാകും. അത് UDF ഏറെ നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ശരി, റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.